ഇവിടെ നമ്മൾ ട്രേഡിങ്ങിൽ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത 24 അവേഴ്സിലേക്കുള്ള സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് സപ്പോർട്ട് ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ, ടാർഗറ്റ് ഈ 3 കാര്യങ്ങളായിരിക്കും കാണിക്കുന്നത്. അതിനകത്ത് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോയാൽ വന്ന് നിൽക്കുന്ന പോയിന്റുകളെയാണ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്. ആ ട്രേഡേഴ്സ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും രാവിലെ അത് വരും. ആ റെസിസ്റ്റൻസ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ആ ഒറ്റ ഫസ്റ്റ് പോയിന്റ്, ആദ്യത്തെ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ആയാൽ മാത്രമേ രണ്ടാമത്തെ ലെവലിലേക്ക് പോകുള്ളൂ. ഇത് ക്ലിയറായിട്ട് മനസ്സിലാക്കിയോണം. പല ആൾക്കാരും റെസിസ്റ്റൻസ് ലെവലിൽ ഏറ്റവും മുകളിലേക്ക് ഇട്ട് സെൽ ഓർഡർ ഇട്ടാൽ മുകളിൽ വരുമ്പം പരമാവധി ലാഭം കിട്ടുമല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ സംഭവിക്കണമെന്നില്ല. മൂന്നാമത്തെ റെസിസ്റ്റൻസ് ലെവലിലേക്ക് പല ദിവസങ്ങളും മാർക്കറ്റ് എത്താറില്ല. വളരെ അപൂർവം ദിവസങ്ങൾ മാത്രമേ എത്താറുള്ളൂ. ഫസ്റ്റ് ലെവലാണ് ആദ്യം നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ താഴെ ആയിരിക്കണം നമ്മുടെ സെൽ ഓർഡർ ഉണ്ട്. റെസിസ്റ്റൻസ് ലെവൽ എപ്പോഴും മാർക്കറ്റ് റെസിസ്റ്റൻസ് ലെവലിൻ്റെ അവിടെയാണ് റേറ്റ് നിൽക്കുന്നതെങ്കിൽ വളരെ കെയർഫുൾ ആവുക. കൂടുതലിട്ട് കളിക്കരുത്, കൂടുതൽ എമൗണ്ട് ഇട്ട് കളിക്കാതിരിക്കുക.